ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള എൻ്റെ വിശേഷങ്ങളാണ്. രാവിലെ തന്നെ ഇടിയപ്പാട്ടം ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് ആദ്യത്തെ ട്രിപ്പ് ഞാൻ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇഷ്ടംപോലെ കാണിച്ചേക്കണേ ആട്ടെ, കടലക്കറിയുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണമൊന്നുമില്ല. നമ്മൾ സാധാരണ പോലെ സവാളയും പച്ചമുളകൊക്കെ വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് പൊടികളൊക്കെ ചേർത്ത് വേവിച്ചിട്ടുള്ള കടല വേവിക്കുമ്പോഴും കുറച്ച് പൊടികളൊക്കെ ചേർത്താണ് വേവിച്ചത്. അത് ഇതിലേക്ക് കൊട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പവും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനത് സെർവ് ചെയ്യാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ജോലികൾ കൂടുതലുള്ള ദിവസമായിട്ട്, അപ്പോൾ 2 ദിവസമായിട്ട് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ അലക്കാനൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറേ തുണികൾ മെഷീനിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ട് ആ ജോലിയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കഴുകാനുള്ള പാത്രങ്ങളും അതിൻ്റെ കൂടെ തന്നെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഓൺലൈനിൽ കുറച്ച് ഓർഡർ കൊടുത്ത പ്രോഡക്റ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണാനായിട്ട് പോയി. അപ്പോൾ ഒരു ഹാങ്ങറിൻ്റെ സെറ്റ് 12 എണ്ണമാണത്. പിന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന കണ്ടെയ്നർ ബോക്സ് ഉണ്ടല്ലോ, പച്ചക്കറികളൊക്കെ സൂക്ഷിക്കാനായിട്ട്, അപ്പോൾ അത് 10 എണ്ണത്തിൻ്റെ സെറ്റാട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ എയർ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും എക്സ്ട്രാ ഒരു ഇതും കൂടിയുണ്ട്. അങ്ങനെ അത് 10 എണ്ണമാണ്. വലിയ ബോക്സാണ്. നമുക്ക് മാക്സിമം പച്ചക്കറികൾ ഇപ്പോൾ അച്ചിങ്ങ അങ്ങനെയുള്ളതൊക്കെ നീളത്തിൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം, മുറിക്കാതെ തന്നെ. അരിഞ്ഞു വേണമെങ്കിൽ അരിഞ്ഞും വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ ഇത് മോൻ്റെ ബോക്സാട്ടോ. അപ്പോൾ അവന് അത് എൻ്റെ ഇതും കൂടി കാണിക്കാൻ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് 3D മോഡൽ ബോക്സാണ്. അപ്പോൾ അതിന് കാൽക്കുലേറ്ററും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു കട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അവനാകെ എക്സൈറ്റഡ് ആയിട്ട് അത് എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ എത്രാമത്തെ ബോക്സാന്ന് അവന് തന്നെ നിശ്ചയമല്ല കേട്ടോ. എപ്പോഴും ഈ ബോക്സ് മേടിക്കും, അത് കളയും, അടുത്തത് മേടിക്കും, അങ്ങനെയാണ്. സ്കൂളിൽ ചെന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനെടുക്കും. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കാര്യം അന്ന് തീരുമാനമാക്കിയിട്ടാണ് തിരിച്ചു കൊണ്ടുവരാറ്. പിന്നെ ഇത് കണ്ടെയ്നർ ബോക്സാണ്. ഇത് നമുക്ക് പൊടിയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡപ്പകളാട്ടോ. അപ്പോൾ 10 ലിറ്ററിൻ്റെ 10ൻ്റെയും 5ൻ്റെയും 3ൻ്റെയും അങ്ങനെയാണ് 3 എണ്ണം. അപ്പോൾ ഇത്ര സാധനങ്ങളായിട്ട് ഇന്ന് എനിക്ക് ഓർഡർ ചെയ്ത് കിട്ടിയ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ നോക്കി അതൊക്കെ എടുത്തൊക്കെ വെച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാനായിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ്. അപ്പോൾ നല്ല ഒടിയൻ ടൈപ്പ് അച്ചിങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒറ്റെണ്ണം പോലും മൂത്തതുണ്ടായില്ല. എല്ലാം നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാൻ പാകത്തിന് നല്ല ഫ്രഷ് അച്ചിങ്ങയായിരുന്നു. അപ്പോൾ പിന്നെ അത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. കറി വയ്ക്കാനായിട്ട് തക്കാളിയും ചെമ്മീനും മാങ്ങയും കൂടി തേങ്ങ അരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഉണക്ക ചെമ്മീനും മാങ്ങയും തക്കാളിയാണ് വേവിക്കാൻ വെച്ചത്. പച്ചമുളകും ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി അരപ്പൊഴിച്ച് കൊടുത്തിട്ട് തിളയ്ക്കുമ്പോൾ കടുക് വറുത്തെടുത്താൽ മതി. അങ്ങനെ അരപ്പൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കടുകും വേപ്പിലയും വറുത്ത് താളിച്ചിടാം. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കറി റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ പപ്പടം വറുക്കാനായിട്ട് എടുത്തു. അപ്പം ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. പപ്പടവും വറുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഇന്ന് സവാള ഇട്ടെടുത്തത്. അപ്പോൾ സവാള മൂപ്പിക്കാനായിട്ട് ഇട്ടിട്ട് ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേപ്പിലയും ഇട്ടിട്ട്
ഈ അച്ചിങ്ങയും കൂടി ഇട്ട് കൊടുക്കും. ഇത് വേവിച്ചിട്ടൊന്നുമല്ല കേട്ടോ, ഇതിന് ആവിയിൽ തന്നെ ഇത് വെന്തോളും. കാരണം നൈസായിട്ടുള്ള അച്ചിങ്ങയാണ്, അപ്പോൾ വെള്ളം ഒഴിച്ച് വേവിക്കണ്ട, അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് പോകും. അപ്പോൾ ഈ അച്ചിങ്ങ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറിയുടെ മൂടി അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അച്ചിങ്ങയിൽ ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടാട്ടോ മിക്സ് ചെയ്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അതിന് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒരു ആവി കയറി കഴിയുമ്പോൾ സിമ്മിലിട്ട് കൊടുത്താൽ മതി. അങ്ങനെ മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാനിവിടെ വറുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകിട്ടത്തെ വിശേഷമാണ്. വൈകുന്നേരം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ലുലുമാളിൽ പോയപ്പോൾ 2 കേക്ക് വാങ്ങിയതിൽ ഒരെണ്ണം ഇരിക്കണ്ടായിട്ട്, അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അന്നെടുത്തത് ഫ്രൂട്ട്സ് കേക്കായിരുന്നു. ഇത് ബനാന കേക്കാണ്. അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്, കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസത്തെ ചെറിയ വിശേഷങ്ങളാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാം.